എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ചെമ്മീൻ കട്ട്ലേറ്റാണ്. ചെമ്മീൻ കട്ട്ലേറ്റിന് ഇത് 100 രൂപയ്ക്ക് മേടിച്ച ചെമ്മീൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചങ്ങനെയാണ്. ഇതിനകത്ത് കൂട്ടുന്ന സാധനങ്ങൾ അരമുറി വേണ്ട തേങ്ങ ചിരണ്ടിയത്, സ്വല്പം മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പ്, ഒരു പച്ചമുളക്, ഇത്തിരി വേപ്പില, 4 ഇള ഉള്ളി, ചെറിയ കറിയാമ്പ്, 2 കറിയാമ്പ്, 2 ഏലക്ക, കറുവപ്പട്ട, സ്വല്പം ജീരകം, ചെറിയ ജീരകം, ചെറുപരിപ്പ്, കടുകുപരിപ്പ്, ഇഞ്ചി, വലിയ ജീരകമുണ്ട്. വലിയ ജീരകം. അപ്പൊ ഞാൻ ഇതിന്റെ സാധനങ്ങളെല്ലാം ഞാൻ കമന്റ് ആയിട്ട് ചെയ്തിട്ടോളാട്ടാ. ഞാൻ ഇട്ടോലെ തന്നെ. അപ്പൊ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് എല്ലാം കൂടെ കുഴച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് നമുക്കതിൽ പൊരിച്ചെടുക്കാം. ഇതെല്ലാം കൂടി കുഴച്ച് നമുക്ക് ജാറിലേക്ക് ഇടാം. ഈ ചെമ്മീൻ രാവിലെ ചെമ്മീൻകാരൻ വന്നപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച് ക്ലീൻ ചെയ്തെടുത്തതാണ്. മിക്സിയിലിട്ടതിന് ശേഷം 2 പ്രാവശ്യം തിരിക്കുക. ഒരുപാട് അരിഞ്ഞു പോകരുത്. ഈ പാകത്തൊക്കെ കിട്ടണം. നോൺസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഞാൻ പരത്തുമ്പോഴത്തേക്ക് ഷേപ്പ് കുറവായിരിക്കും. നിങ്ങൾ പരത്തുമ്പോൾ നന്നായി ഭംഗിയായി ഷേപ്പായിട്ട് എടുക്കുക. തിളച്ച എണ്ണയിലേക്ക് പരത്തി വെച്ചേക്കണേ നമുക്കിടാം. ഇടുമ്പോൾ വളരെ സൂക്ഷിച്ചിടണം, കൈ പൊള്ളും. ഇട്ടതിന് ശേഷം തീ അല്പം കൂട്ടി വെച്ച് പിന്നെ കുറക്കണം. നേരിയ തീയില ഇത് വയ്ക്കാൻ പാടില്ല. പല ജില്ലക്കാരും പല രീതിയിലാണ് വെക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഇതിലാണ്. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പ്രത്യേകിച്ച് നമ്മൾ കറികൾ വെക്കുമ്പോൾ പല പല തെറ്റുകളുണ്ടാവുക. ആ തെറ്റുകൾ നിങ്ങൾ പറഞ്ഞു തരുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. കട്ട്ലേറ്റ് റെഡിയായി നമുക്ക് കോരി പാത്രത്തിലേക്ക് ഇടാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ കട്ട്ലേറ്റ് അടിപൊളിയായിട്ട് റെഡി ആയിരുന്നുണ്ടാ. വലിയ ഷേപ്പൊന്നും ഇല്ല അല്ലേ അമ്മജി? എന്താ ഇതിന് കട്ട്ലേറ്റാ. ഞാൻ കഴിച്ചു കാണിച്ചു തരാം. ഉരുളക്കിഴങ്ങ് നോക്കുക, കട്ട്ലേറ്റിൻ്റെ പകുതി നോക്കുക, നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. എന്താ എന്താ അടിപൊളി. എന്താ ചെമ്മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങളും അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ അകത്ത് എന്താണ് കുറവെന്ന് കൂടുതലെന്ന് നിങ്ങൾക്ക് പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.